കുവൈറ്റിൽ ഇറാനിയൻ വ്യാപാര കപ്പൽ മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായവരിൽ ആലക്കോട് സ്വദേശി അമലും. ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം വീട്ടുകാരെ അറിയിച്ചത്. കപ്പൽ മറിഞ്ഞ സ്ഥലത്തുനിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ അമലിന്റേതുമുണ്ടോ എന്നത് ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. 8 മാസം മുൻപാണ് ആലക്കോട് സ്വദേശി സുരേഷ് ഉഷ ദമ്പതികളുടെ മകനായ അമൽ ഇറാൻ കപ്പലിൽ ജോലിക്ക് കയറിയത്. കഴിഞ്ഞ മാസം 28-നാണ് വീട്ടിലേക്ക് അവസാനം അമലിന്റെ കോളെത്തിയത്. കാലാവധി കഴിഞ്ഞ് ഈ മാസം അവസാനം നാട്ടിലെത്താനിരിക്കുമ്പോഴാണ് കുവൈറ്റ് തീരത്തിന് സമീപം അമൽ ജോലി ചെയ്തിരുന്ന കപ്പൽ അപകടത്തിൽപ്പെടുന്നത്. എംബസിയിൽ നിന്നും അറിയിപ്പ് കിട്ടിയതിന് പിന്നാലെ ആശങ്കയിലാണ് മാതാപിതാക്കൾ. ഇവിടെ വീട്ടിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞത്. ആ സമയത്ത് ഞാനും വീട്ടിലായിരുന്നു, ഞാൻ കർണാടകയിലായിരുന്നു. പിന്നെ എത്രയും പെട്ടെന്ന് DNA റിപ്പോർട്ട് കൊടുക്കാനാണ് എംബസി വിളിച്ച് പറഞ്ഞത്. DNA റിപ്പോർട്ട് ഇന്നത്തേനാണ് കൊടുക്കാനായത്. സംഭവത്തിൻ്റെ വ്യക്തതയൊന്നും പറഞ്ഞില്ല. എംബസിയിൽ നിന്ന് സംഭവം എന്നെ നടന്നതെന്നും കൃത്യതയോടെ അല്ല അവർ അറിയിച്ചത്. പിന്നെ എന്നെ സംഭവിച്ചത് ഇപ്പോഴും ഒരു അന്തിമ വ്യക്തതയില്ല. ഇറാൻ കുവൈറ്റ് നാവികസേന നടത്തിയ തിരച്ചിലിൽ 6 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. സ്ഥിരീകരണത്തിനായി പിതാവിൽ നിന്നും DNA സാമ്പിൾ ശേഖരിച്ച് എംബസിക്ക് കൈമാറി. കാണാതായവരിൽ അമലിനെ കൂടാതെ തൃശൂർ സ്വദേശിയുമുണ്ടായിരുന്നു. ജനം, കണ്ണൂർ.